നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ മെയിൻസിന്റെ എക്സാമിനേഷൻ ഡേറ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ എക്സാം ഷെഡ്യൂള് ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന രണ്ട് എക്സാംസിന്റെ ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഡിഗ്രി ലെവൽ മെയിൻസിന്റെ രണ്ട് എക്സാംസ്. ഒന്ന് അസിസ്റ്റന്റ് ജയിലർ ആണ്. അസിസ്റ്റന്റ് ജയിലറിന്റെ എക്സാം വരുന്നത് 14-ാം തീയതിയാണ്. സെപ്റ്റംബർ മാസം 14-ാം തീയതി മൺഡേ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് ഓഗസ്റ്റ് മാസം 31-ാം തീയതി ആയിരിക്കും ലഭ്യമായിരിക്കുന്നത്. ഏറ്റവും നമ്മൾ നോക്കിയിരുന്ന ഒരു കാര്യം എന്താ, സിലബസ് ചേഞ്ച് ഉണ്ടാവുമോ എന്ന് പ്രതീക്ഷിക്കുന്നു. സിലബസ് ചേഞ്ച് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന എല്ലാ മെയിൻസ് എക്സാമിനും സിലബസ് ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഇതോട് കൂടിയിട്ട് നമുക്ക് ഒരു രീതിയിലുള്ള ഒരു ഉറപ്പ് കിട്ടിയിരിക്കുകയാണ്. വലിയ ചേഞ്ച് ഒന്നും വരില്ലായിരിക്കാം. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സിനും 20 മാർക്സിനും വലിയ ചേഞ്ച് ഉണ്ടാവില്ലെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ സെയിം സിലബസ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് മാറ്റമൊന്നുമില്ല. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് 18 മാർക്ക് ഹിസ്റ്ററി ഓഫ് ജയിലും വേരിയസ് ജയിൽസ് ഇൻ കേരള, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസേഴ്സ്, അപ്പോയിന്റ്മെന്റ് ഓഫ് അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ഗ്രേഡ് 1 തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള പാർട്ട് എയും 2 മാർക്കിന് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ചോദിച്ചിട്ടുള്ളത്. അപ്പം ഡേറ്റ് ഓർത്ത് വെച്ചേക്കുക, 14-ാം തീയതി. ഈ വർഷത്തെ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ഫസ്റ്റ് ഫേസിനകത്ത് അസിസ്റ്റന്റ് ജയിലർ നടക്കാൻ പോകുന്നത് 14-ാം തീയതിയാണ്. പിന്നെ വന്നിട്ടുള്ള ഡിഗ്രി മെയിൻസിന്റെ രണ്ടാമത്തെ എക്സാം എന്ന് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ ആണ് കേട്ടോ. എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഡേറ്റ് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ, താഴെയാണേ. 28-ാം തീയതിയാണ് കേട്ടോ. സെപ്റ്റംബർ 28. അത് ഒരു മൺഡേ ആണ്. അതിന്റെ എക്സാമിനേഷന്റെ അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത് ആ മാസം തന്നെ, അതായത് സെപ്റ്റംബർ 14-ാം തീയതി നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് കിട്ടും. ഈ പറഞ്ഞതുകൊണ്ട് തന്നെ സിലബസിനകത്ത് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. പിന്നെ സെപ്റ്റംബർ മാസത്തിനകത്ത് വേറെ ഡിഗ്രി മെയിൻസിന്റെ ഒരു എക്സാമും അവര് നിലവിൽ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന കൊണ്ട് തന്നെ ചിലപ്പോൾ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. മിക്കവാറും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ എക്സാംസും വരാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിലും നവംബർ മാസത്തിലുമായിട്ടായിരിക്കും. പ്രത്യേകിച്ച് SI ഒക്കെ വരാൻ പോകുന്നത് ഒക്ടോബർ മാസമായിരിക്കും. അപ്പം സെപ്റ്റംബർ മാസത്തിൽ ഇത് കൂടാതെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉണ്ട്, 10th ലെവലിന്റെ എക്സാമിനേഷൻ കൂടെ നടക്കുന്നുണ്ട്. അതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 19-ാം തീയതിയാണ്. സെപ്റ്റംബർ 19-ാം തീയതിയാണ്. സിലബസ് ഡിസ്കഷൻ ഒന്നും നടത്തുന്നില്ല. ജില്ലാതലത്തിൽ നടക്കാൻ പോകുന്നത് 19-ാം തീയതി സാറ്റർഡേ ആണ് കേട്ടോ. അതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് ഏകദേശം 5-ാം തീയതി, സെപ്റ്റംബർ 5-ാം തീയതി വരും. അപ്പൊ ഡിഗ്രി മെയിൻസിന് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് ഫേസ്, അതായത് ഫസ്റ്റ് ലെവൽ എക്സാം ജയിലറും ഈ പറഞ്ഞതുകൊണ്ട് തന്നെ എക്സൈസ് ഇൻസ്പെക്ടറും ആണ്. സെപ്റ്റംബർ മാസം ഉണ്ട്. പിന്നെ കമ്പനി ബോർഡും അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ നമ്മൾ സെപ്റ്റംബർ മാസം ഇനി പ്രതീക്ഷിക്കുന്നില്ല. ഒക്ടോബർ മാസം അല്ലെങ്കിൽ നവംബർ മാസത്തിലായിട്ടായിരിക്കും ബാക്കി എക്സാംസ് ഒക്കെ നടക്കാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര്, ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ്, SBCID ഒക്കെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു 50 മാർക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള നമ്മളെ ഒരു കോഴ്സ് ഉണ്ട്. 499 തൊട്ട് 549 രൂപ വരെയാണ് അതിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത്. പറഞ്ഞ ഒരു 50 മാർക്ക് ഷുവർ ഷോർട്ട് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് നോക്കുന്നത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം. മെസ്സേജ് ആയിട്ടും പിൻ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ സമയം തീരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് തീർത്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.